പുരാണ ഋഷീശ്വരയോഗ്യുണർത്തിയ ചിന്തകളിൽ ലോകമലിന്നു മകാതമനുരായണ പറവൂർ പട്ടണത്തെ മഞ്ഞപ്പട്ടണിപ്പിച്ചുകൊണ്ട് പറവൂർ പട്ടണത്തിൽ ഒരു ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ജയന്തി ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ആ ജയന്തി ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ആ ജയന്തി ഘോഷയാത്രയെ ഇല്ലായ്മ ചെയ്യുന്നതിനും ജയന്തി പരിപാടികളെ തച്ചു തകർക്കുന്നതിനും ഗുരുവിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിനൊക്കെ വിലക്കുന്നതിനൊക്കെ ചില ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. കാരണം അത് ഇങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ സമയത്ത് ഇവിടെ സ്വാമിജിയുടെ മുന്നിൽ പറയാതിരിക്കാൻ കൂടി പറയണം എന്ന് തോന്നിപ്പോവുകയാണ്. നമുക്കറിയാം, ഇവിടെ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ വയനാട്ടില് നമ്മുടെ ആത്മസഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. ഇവിടെ വയനാട്ടിലൊരു ദുരന്തമുണ്ടായപ്പോൾ അത് അൻപോടെ അതിന് കൈ കൊടുത്തുകൊണ്ട് പറവൂർ SNDP-കളാണ് മറ്റു സംഘടനകളും മറ്റു SNDP യൂണിയനുകളും ഒക്കെ മുന്നോട്ട് വരുന്നതിന് മുൻപേ തന്നെ അതിനു വേണ്ടിയുള്ള ഉദാഹരണമാണ് നമ്മുടെ SNDP യോഗത്തിൻ്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഇപ്പോൾ തന്നെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 75 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു. ഇത് ആദ്യപടി എന്ന നിലയിലാണ് ഇത് നൽകിയിട്ടുള്ളത്. നമ്മുടെ കൺവീനർ ഷൈജു പറഞ്ഞ പോലെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാ ശാഖയിലേക്കും കുടുംബ യൂണിറ്റുകളിലേക്കും ഇതിൽ ഉദാരമായി സംഭാവന നൽകണമെന്ന് ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ തന്നെ SNDP യൂണിയൻ്റെ കീഴിലുള്ള 72 ശാഖകൾ, അതോടൊപ്പം തന്നെ കുടുംബ യൂണിറ്റുകളും മറ്റ് പോഷക സംഘടനകളും ഇപ്പോൾ തന്നെ യൂണിയനിലേക്ക് ഇതിനോടനുബന്ധിച്ചുള്ള ഫണ്ടുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വരുന്ന 30-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ അത് കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മഹാഗുരു ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തി, അതോടൊപ്പം തന്നെ SNDP യോഗം എന്ന സംഘടനയുടെ ശക്തിയും വിളിച്ചോതുന്ന തരത്തിലാണ് നമ്മൾ ഈ മഹാഗുരുവിൻ്റെ ജയന്തി ദിന ആഘോഷം നമ്മൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടാടുന്നത്. പല രീതിയിലുള്ള അവഗണനകൾ അനുഭവിച്ചു പോരുന്ന നമ്മൾ അങ്ങനെയുള്ള അവഗണനകൾ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി സാമൂഹ്യ നീതി നടപ്പാക്കുമ്പോൾ അത് നമ്മളെയും മറ്റുള്ളവരെ പരിഗണിക്കണമെന്ന പോലെ തന്നെ പരിഗണിക്കണമെന്ന് പറയുന്നതിനും ഭരിക്കുന്നവരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സംഘടനാപരമായി ഈ പരിപാടികൾ. അതുപോലെ തന്നെയാണ് മതത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്ത കാര്യങ്ങൾ. കൃത്യം 100 കൊല്ലങ്ങൾക്ക് മുൻപാണ് ആലുവാദ്വൈതാശ്രമത്തിൽ വെച്ച് ശിവരാത്രി നാളിൽ മാർച്ച് മാസം 4 തീയതികളിലായി 1924 ശ്രീനാരായണ ഗുരുദേവൻ ലോകത്ത് വെച്ച് തന്നെ ആദ്യത്തേതെന്ന് പറയാവുന്ന സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ലോകത്ത് ഒന്നാമതായി ഒരു സർവമത സമ്മേളനം നടന്നത് 1893 അത് അമേരിക്കയിലെ ചിക്കാഗോ എന്ന നഗരത്തിൽ വെച്ചാണ് നടന്നത്. പക്ഷേ ആ സർവമത സമ്മേളനം ഒരു സതുദ്ദേശത്തോടു കൂടി നടന്ന സമ്മേളനമായിരുന്നില്ല.
കൊളംബസ് എന്ന നാവികൻ അമേരിക്ക എന്ന ഭൂഖണ്ഡം കണ്ടുപിടിച്ചത് 1493. ലോകത്തിന് മുഴുവൻ, മാനവരാശിക്ക് മുഴുവൻ സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും തിരുനാളം കൈമാറിയ ലോകാരാധ്യനായ ഗുരുദേവൻ്റെ 170ാം ജന്മദിനാഘോഷവും സ്വാമികളുടെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ജനങ്ങൾക്കും സദ്വചനങ്ങൾ നൽകിക്കൊണ്ടാണ് ഗുരുദേവൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും ലോക സമാധാനത്തിനായി പോയിട്ടുള്ള ആത്മ സഹോദരങ്ങളെ, ഇവിടെ രാധാചേട്ടൻ ഒരു മുന്നറിയിപ്പ് തന്നു, ഹ്രസ്വമായ പ്രസംഗം. ഏതായാലും സമയം ഒരുപാട് വൈകി, ഒത്തിരി ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്. ഒന്ന് മാത്രം പറയാം. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നിൻ ചതയ നക്ഷത്രത്തിൽ ചെമ്പകമലരിൻ്റെ സുഗന്ധമുള്ള ചെമ്പഴന്തി എന്ന ആ മനോഹരമായ ഗ്രാമത്തിൽ വയൽവാരത്ത് വീട്ടിൽ പാടനാശാനും കുട്ടിയമ്മയ്ക്കും മകനായി പൂജാവതനായ നാണുവെന്ന കുഞ്ഞ്